നമ്മൾ വിശ്വാസ പ്രമാണം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുകയാണ്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേക്കും വിശ്വാസ രഹസ്യങ്ങൾ പ്രഘോഷിക്കുമ്പം അത് മുഴുവനും സാത്താന്റെ മൂക്കിലിട്ട് കൂടം വെച്ച് ഇടിക്കുന്ന പോലത്തെ അസ്വസ്ഥതയാണ് പിശാചിന്. കാരണം വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞ കാര്യം മുഴുവനും ദൈവത്തിന്റെ വിജയത്തിന്റെ പ്രഖ്യാപനങ്ങളാണ്. എന്നോട് പല അച്ഛന്മാരും ഈ അടുത്ത കാലത്ത് പോലും പറയുന്നുണ്ട്, ഇങ്ങനെ എന്തിനാ ഈ പിശാചികളുടെ കാര്യം ഇങ്ങനെ പറയുന്നത്, വേറെ എന്തെല്ലാം കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ. കഴിഞ്ഞ ദിവസവും ഇത് ഇങ്ങനെ ഒരു അച്ഛൻ പറഞ്ഞു, അച്ഛൻ എന്തിനാ ഈ പിശാചികളെ പറ്റി ഇങ്ങനെ പറയുന്നത്? എനിക്കുള്ള മറുപടി എന്തെന്ന് വെച്ചാൽ, സഭ ഫ്രാൻസിസ് പാപ്പ അടുത്തിറക്കിയ ഒരു പ്രബോധന രേഖയിൽ കുടുംബങ്ങളുടെ സന്തോഷം, കുടുംബങ്ങളിലെ സന്തോഷം എന്നൊരു രേഖ എഴുതിയതിനകത്ത് പറഞ്ഞു, സഭ യുദ്ധക്കളത്തിലെ ആശുപത്രിയാണ്. സഭ യുദ്ധക്കളത്തിലെ ആശുപത്രിയാണ്. സഭയുടെ ദൗത്യം അതാണ് എന്ന് പാപ്പ മനോഹരമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ഒരാശുപത്രിയിൽ പോകുന്നത് ഈശോ തന്നെ വാക്കുകൾ പറഞ്ഞാൽ ആരോഗ്യമുള്ളവരല്ല, രോഗമുള്ളവരാണ് ആശുപത്രിയിൽ പോകേണ്ടത്. അപ്പൊ ആശുപത്രിയിൽ രോഗത്തെപ്പറ്റി, രോഗ അണുക്കളെപ്പറ്റി, രോഗം പടരുന്നതിനെ പറ്റി, പടരാതിരിക്കുന്നതിനെ പറ്റി, പടർന്നുപോയ രോഗത്തിന്റെ അവസ്ഥയെ ഒഴിവാക്കുന്നതിനെ പറ്റി അല്ലാതെ ഒളിമ്പിക്സിനെ പറ്റി, ഏഷ്യാഡിനെ പറ്റി ആശുപത്രി വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഭാ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഈശോ ചെയ്ത ശുശ്രൂഷയുടെ ബാക്കിയാണ്. ഈശോ ചെയ്തതിന്റെ ബാക്കിയാണ്. ഈശോ ചെയ്തത് എന്താണ്, നമ്മളെ ഈശോ ചെയ്തത് എന്താന്നുള്ളതൊന്ന് മറ പൊടി നീക്കി നേരെ കാണണം, ഒരു നേർക്കാഴ്ച. എങ്കിലും നമുക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ നീക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ. ആ ഒരു കാഴ്ച മറഞ്ഞു പോകുന്നു, മാറിപ്പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ പോലും നമുക്കതങ്ങ് എടുക്കാൻ പറ്റുന്നില്ല. പിശാചുക്കള് ഉണ്ട് എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും ഒത്തിരി വിദ്യാഭ്യാസമുള്ള വ്യക്തി ധ്യാനം കൂടാനായിട്ട് വന്നു. ശരിക്കും ധ്യാനിച്ചൊന്നുമില്ല, അങ്ങനെ വേറെ ചില ഉദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വന്നതെല്ലാം കഴിഞ്ഞ് തൃപ്തിയില്ലാതെ പോയി. എന്നിട്ട് അങ്ങേര് പറഞ്ഞു, അച്ഛൻ അവിടെ പറയുന്നത് കേട്ടാ പിശാചുക്കളാണ് എല്ലാം തോന്നും, ദൈവത്തിന് മുമ്പിൽ സ്ഥാനമൊന്നുമില്ല, അല്ലെ ദൈവം പിശാചിന്റെ മുമ്പിൽ അശുവ ഇങ്ങനെയൊക്കെ തോന്നും എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു എന്ന് അച്ഛനോട് പറയാം. ഞാൻ പറഞ്ഞു, അങ്ങനെ തോന്നി കാണുമായിരിക്കും ഒരു പക്ഷേ, കാരണം ഞാൻ പിശാചിനെ കുറെ പറയുന്നു. പക്ഷേ നമുക്ക് ഇതിനകത്ത് അവ്യക്തതയൊന്നും വേണ്ട. പിശാചും ദൈവവും തമ്മിൽ ഒരു താരതമ്യവും ഇല്ല. ദൈവത്തിന്റെ ശക്തിയും പിശാചുക്കളുടെ ശക്തിയും തമ്മിൽ ഒരു തരത്തിൽ താരതമ്യം ഇല്ല എന്ന് തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വലിയ ഇടി വെട്ടുമ്പോൾ അതിന്റെ ഇപ്പുറത്ത് ഒരാൾ പൊട്ടാസ് ഞെക്കി പൊട്ടിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ പോലും അല്ല. ഇടി വെട്ടുന്നു, അതിന്റെ ശബ്ദവും പൊട്ടാസ് ഞെക്കി പൊട്ടിക്കുന്ന സ്വരം തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യും? ദൈവത്തിന്റെ ശക്തിക്കും പിശാചിന്റെ ശക്തി ഒന്നുമല്ല എന്ന് നമ്മൾ അടിസ്ഥാനമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ ഉണ്ട് താനും. ഒരു രോഗാണുവിന്റെ ശക്തി എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നതും ഒന്ന് ഫിസിക്കലി കമ്പയർ ചെയ്താൽ എന്നതാ, അല്ലേ? രോഗാണു എന്ന് പറഞ്ഞാൽ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ പോലും പറ്റുകയല്ല, അത്ര നിസാര സാധനം. അവന്റെ ശക്തി കൽപ്പ ശേഷി എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ്. നമ്മളിതിനെ അവനെ പേടിക്കുന്നത്, എന്തിനാ അവനെ പറ്റി ചിന്തിക്കുന്നത്? അവനോട് വഴിക്ക് പോട്ടെ. നമ്മളാരാ? ഒരു അണു ആരാ? വെറും ഒരു അണുവല്ലേ അത്? നമ്മളാരാ എന്ന് പറയുന്നത് ലോജിക്കാം, ശരിയാ. പക്ഷേ രോഗാണുവിനെ നമ്മൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈ വലിയ പ്രസ്ഥാനം തന്നെ അടിപ്പെട്ടു പോകും എന്നുള്ളത് മറുവശം. അതുകൊണ്ടാണ് നമ്മൾ രോഗാണുക്കളെ പറ്റി, നിസാര അണുക്കളുടെ സാന്നിധ്യം പോലും ചിലപ്പോൾ അവർക്ക് ആശുപത്രികളൊക്കെ ചില വരാന്ത പോലും ദിവസവും ഒരു നേരമെങ്കിലും മെഡിക്കേറ്റഡ് ലോഷൻ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിടുക. ഈ ആശുപത്രിയുടെ വരാന്തകൾ പോലും എല്ലാ ദിവസവും മുഴുവൻ തുടയ്ക്കുകയാണ്. ലോഷൻ, മെഡിക്കൽ ലോഷൻ ഉപയോഗിച്ച് മോപ്പിച്ചെടുക്കുകയാണ്. എന്തിനാ? ചെളി പോകാൻ വേണ്ടി ചെയ്യുന്നതല്ല, അല്ലേ? അവിടെ എന്തെങ്കിലും രോഗാണുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ അതുപോലും പോണം. അത്രയും ജാഗ്രത ആശുപത്രി പോലും എടുക്കുന്നു. വരാന്തയിൽ പോലും, മുറിക്കകത്ത് ചികിത്സാ ഉപകരണങ്ങൾ, ട്രീറ്റ്മെന്റ് മുറി, ഓപ്പറേഷൻ തിയേറ്റർ, ICU ഒക്കെ വരുമ്പോഴത്തേക്കും ഉള്ള കെയർ എന്താ? ഒരണുവിനെതിരെ, അണുക്കൾക്കെതിരെ.
അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശ്രദ്ധയുടെ ഒരു തലം നമ്മുടെ ജീവിതം ബന്ധപ്പെട്ട് കിടപ്പുണ്ടെന്നൊന്ന് നമുക്കൊരു അവയർനെസ് എടുക്കാം, ഒരു അവബോധം എടുക്കുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമ്മൾ ഈ ദിവസങ്ങൾ ഇച്ചിരി കൂടുതൽ ചിന്തിക്കും. നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഈ പിശാച് ഭയങ്കര ശക്തിയുള്ളവനോ തമ്പുരാനെ പോലും തോപ്പിക്കുന്നവനോ അല്ല നമ്മുടെ ഏറ്റവും ഭീകരമായ വിഷയമായതുകൊണ്ട് അതല്ല. ഈശോയുടെ സുവിശേഷം മനസ്സിലാക്കാൻ ഈ കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈശോയ്ക്കൊപ്പം ഒരു ബഹിഷ്കരണ പ്രവൃത്തി ചെയ്ത വേറെ ഒരു വ്യക്തിയും ചരിത്രത്തിലില്ല. ഇത് നമുക്ക് പലപ്പോഴും ശ്രദ്ധയിലൊന്നും വരികയല്ലാത്ത കാര്യമാണ്. വേറെ വാക്കുകൾ പറഞ്ഞാൽ ഈശോയെ പറ്റിയുള്ള ചരിത്രക്കുറിപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ ബഹിഷ്കരണ സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ദൈവരാജ്യത്തിലേക്ക് ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ നരകരാജ്യത്തിന്റെ അനുഭവത്തിലാണ്. ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഞാൻ വരുന്നില്ല എങ്കിൽ ഞാൻ നരകരാജ്യത്തിന്റെ അനുഭവത്തിലാണ്. രണ്ട് വഴിയേ ഉള്ളൂ, ഒന്നുകിൽ ഇവിടെ അല്ലെ അവിടെ, ദൈവം അല്ലെ മാമോൻ. ഇതിനിടയ്ക്ക് വേറെ ഒരു അത്ര ഇപ്പറേ അല്ലാതെ ഇടയ്ക്കുള്ളൊരു വഴി, മൂന്നാമതൊരു ഏരിയ ഇല്ല. നോ മാൻസ് ലാൻഡ് ഇല്ല. പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയ്ക്ക് എല്ലാ രാജ്യങ്ങൾക്കിടയിൽ നോ മാൻസ് ലാൻഡ് ഉണ്ട്, ഇല്ലേ? എന്നതാ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഇങ്ങനെ കുറെ കിലോമീറ്റർ ദൂരം ഇങ്ങനെ രണ്ട് രാജ്യത്തിന്റെ അല്ലാതെ ഇട്ടിരിക്കും. അത് ഇച്ചിരി വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വല്ലതും കയറി വന്നാലും കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലയിടത്തൊക്കെ ഇത് കുറച്ചേ ഉള്ളൂ. പാകിസ്ഥാൻ ഇന്ത്യ തമ്മിൽ അങ്ങനെ ഇടയ്ക്കൊക്കെ അധികം സ്ഥലം ഇല്ല. അതുകൊണ്ടാണ് അറിയാതെയൊക്കെ ഇച്ചിരി അങ്ങോട്ട് കയറി പോയി അവർ പിടിച്ചുകൊണ്ട് പോയി അതിർത്തി ലംഘിച്ച് പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് രാജ്യങ്ങൾക്കിടയിൽ നോ മാൻസ് ലാൻഡ് ഉണ്ട്. പക്ഷെ ദൈവരാജ്യത്തിനും നരകരാജ്യത്തിനും ഇടയിൽ നോ മാൻസ് ലാൻഡ് ഇല്ല. ദൈവത്തിന്റെ രാജ്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാൽ നരകത്തിൽ പോകാൻ താല്പര്യമില്ല. അപ്പം ഇത് രണ്ടുമല്ലാതെ അല്ല വേറെ വാക്കുകൾ പറഞ്ഞ ചില ആൾക്കാർ പറയും വലിയ പുണ്യവും പ്രാർത്ഥനയായിട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യത്തിന് പള്ളിയിലൊക്കെ പോവുക, ആണ്ടിൽ 1, 2, 3 അച്ഛൻ പറയുമ്പോൾ കുമ്പസാരിച്ചേക്കുക, പിന്നെ പള്ളിയിൽ കാര്യം കൂടി കൊടുത്തേക്കുക. വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട. വലിയ വൃത്തികേടിന് പോകരുത്. നാട്ടുകാരറിയാൻ മാത്രമുള്ള വൃത്തികേടൊന്നും കാണിക്കരുത്. പിന്നെ കുറച്ച് അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് കുറേയൊക്കെ എല്ലാ കൂട്ടും ആകാം. അപ്പൊ ഇങ്ങനെ കുറെ പ്രാർത്ഥനയും കുറെ ഇതും എല്ലാം കൂടി ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ഭാഗം. അപ്പോൾ നരകത്തിലോട്ടും പോകണ്ട സ്വർഗത്തിലോട്ടും പോകണ്ട, ഇങ്ങനെ പോയാൽ മതി എന്നൊരു തെറ്റിദ്ധാരണ കുറെ പേരുടെ തലയ്ക്ക് അത് കയറി കിടപ്പുണ്ട്. പക്ഷെ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഇല്ല. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. ഒന്നുകിൽ നീ ഈശോയുടെ കൂടെ, അല്ലെങ്കിൽ നീ ഈശോയ്ക്ക് എതിര്. വീണ്ടും തെളിച്ച് ഈശോ പറയുകയാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ്. ഈശോ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ഇത്ര എളുപ്പത്തിൽ ചെയ്യുന്ന കണ്ടപ്പം ശത്രുക്കൾ പറഞ്ഞു, ഇവൻ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാ ഇങ്ങനെ സൂത്രത്തിൽ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സംഭവം നടക്കുന്നത്. കാരണം അവർ കാട്ടുന്ന പോലെയുള്ള ഒരുപാട് കിരാത പ്രാകൃത പരിപാടി ഒന്നുമില്ലാതെ ഇറക്കി വിടുന്നു. ഇവനടുത്ത ശക്തി എവിടെ നിന്ന് കിട്ടി? അത് പിശാചുകളുടെ തലവനുമായിട്ട് ഇവനെന്തോ എഗ്രിമെന്റ് ഉണ്ട്, അതുകൊണ്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷയുടെ സാത്താനെ നമ്മൾ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ആ 3 കാര്യവും വചനത്തിൽ ആഴപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ബന്ധിക്കാതെ പറ്റത്തില്ല. ബന്ധിക്കാതെ ഇറക്കി വിടാൻ നോക്കിയാൽ ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കും. ബന്ധിക്കാതെ ഇറക്കി വിടാൻ ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കും. ഒരിക്കലൊരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുമ്പം, ഞാൻ പ്രധാനത്തായിരിക്കുമ്പം 52 ദിവസം ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ പൈശാചിക ബാധകൾ കുട്ടിയോട് പ്രാർത്ഥിക്കേണ്ടി വന്നു. അതിന്റെ അവസാനത്തെ വിടുതല് പൂർണ്ണമായിട്ട് കിട്ടിയ രാത്രിയിൽ ഒരു 2:30-3 മണിയൊക്കെ ആറായപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു പൈശാചിക സാന്നിധ്യം ഇങ്ങനെ വെളുപ്പിട്ടിട്ട് അതിങ്ങനെ മല്ല് പിടിക്കുകയാണ്. പോകത്തില്ല, ഇറങ്ങത്തില്ല. അന്ന് വെളുപ്പെട്ട രൂപി പറഞ്ഞു, ഞാൻ ലൂസിഫർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആ അവസ്ഥ പെൺകുട്ടിയെ ഇങ്ങനെ കുറെ 8-10 പേര് കൂടി അപ്പനും ഒക്കെ ഉണ്ട്, ബലമായിട്ട് ഇങ്ങനെ നിലത്ത് പിടിച്ച് കൈയും കാലും എല്ലാം പിടിച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപാര ശക്തി ആയിട്ട് ഇങ്ങനെ ബഹളം വെക്കുക ഈ കുട്ടി 11 വയസ്സിലെ പെങ്കൊച്ച. അപ്പം അവിടെ മുടി ഇങ്ങനെ പിടിച്ച് ഞാൻ നിലത്തോട്ട് കുത്തി പിടിച്ചിട്ട് കുരിശുരവും പിടിച്ച് അവിടെ മുഖത്തിന് നേരെ ഇങ്ങനെ കുനിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുകയാണ്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേക്കും വിശ്വാസ രഹസ്യങ്ങൾ പ്രഘോഷിക്കുമ്പം
അത് മുഴുവനും സാത്താന്റെ മൂക്കിലിട്ട് കൂടം വെച്ച് ഇടിക്കുന്ന പോലത്തെ അസ്വസ്ഥതയാണ് പിശാചിന്. കാരണം വിശ്വാസപ്രവൃത്തി പറഞ്ഞ കാര്യം മുഴുവനും ദൈവത്തിന്റെ വിജയത്തിന്റെ പ്രഖ്യാപനങ്ങളാണ്. അതുകൊണ്ട് പൈശാചിക സേവക്കാര് അങ്ങോട്ട് ചെല്ലുന്ന ആൾക്കാരെ കൊണ്ട് ആദ്യം ചെയ്യിക്കുന്ന ഒരു കാര്യം വിശ്വാസ പ്രമാണം തല തിരിച്ച് ചെല്ലിക്കും. തല തിരിച്ച് പുറകിൽ ഇങ്ങനെ അവമാനിക്കാൻ വേണ്ടി അതിനെ തള്ളിക്കളയണം. ബൈബിള് നിലത്ത് വെച്ചിട്ട് അത് ചവിട്ടിക്കേറി വരാൻ ആവശ്യപ്പെടും. സാത്താൻ സേവക്കാരൊക്കെ ആദ്യം അവരുടെ ആദ്യ സ്റ്റെപ്പുകളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പള്ളിക്ക് നിർത്തി പുറത്ത് നിർത്തി മാമോദിസ മുങ്ങാൻ നേരത്ത് സാത്താനെ നീ ഉപേക്ഷിക്കുന്നോ ചോദിച്ചിട്ട് അകത്ത് കയറ്റു, കുരിശിന് ഇടയിൽ കൊടുത്ത് അകത്ത് കയറ്റുള്ളൂ എന്ന് പറഞ്ഞവരെ സാത്താൻ സേവക്കാര് ഒരു വ്യക്തി അകത്തോട്ട് കയറ്റാൻ നോക്കും ചെയ്യും. അവർ ചെയ്യുന്നത് വിശ്വാസ പ്രമാണം തല തിരിച്ച് ചെല്ലിക്കുക. എൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തി ഇത് ഏറ്റു പറഞ്ഞതാണ്. എന്നെ കൊണ്ട് അച്ഛാ അവര് വിശ്വാസ പ്രമാണം പുറകിൽ നിന്ന് ചെല്ലിച്ചു. അതെങ്ങനെയാ ചൊല്ലിയത് എനിക്ക് അറിഞ്ഞുകൂടാ. വാക്ക് അക്ഷരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പുറകോട്ട് ചെല്ലിച്ചത് ഒരു സ്ത്രീ എന്നോട് ഏറ്റു പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ ചൊല്ലിച്ചു. പിന്നെ ബൈബിള് വെച്ചിട്ട് അത് ചവിട്ടി വേണം കയറി വരാൻ, അവരുടെ അങ്കണത്തിലേക്ക് കയറി വരാൻ. അങ്ങനെ തമ്പുരാന്റെ കാര്യങ്ങളെ എതിരോടാക്കിയിട്ട് കയറി വരാൻ. അപ്പം ഈ പെൺകുട്ടിയില് അന്ന് ആ രാത്രിയിൽ ഇങ്ങനെ ലൂസിഫർ ആന്ന് പറഞ്ഞ് ഇങ്ങനെ മല്ലു പിടിച്ച് ഒരു തിന്മയുടെ ശക്തി വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഇറങ്ങിയപ്പോ അതിന് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വിശ്വാസമാണ് ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലുകയാണ്. ഒരു അരമണിക്കൂർ ഒരു 33 പ്രാവശ്യമൊക്കെ അങ്ങനെ ചൊല്ലുന്ന രീതി സഭയിൽ വളരെ അനുഭവത്തോടെ ശക്തമായിട്ടുണ്ട്. ശുശ്രൂഷകളില് അരമണിക്കൂർ സമയം വിശ്വാസ രഹസ്യങ്ങൾ ഇങ്ങനെ നിർത്താതെ പ്രഘോഷിക്കുകയാണ്. 33 എന്ന് പറയുന്നത് ഈശോയുടെ പ്രായം, ഭൂമിയിലെ ഈശോയുടെ ശുശ്രൂഷ പൂർത്തിയാക്കിയ ഒരു പ്രായം വെച്ചവർ 33 പ്രാവശ്യം ചെല്ലാൻ ഒരു മിനിറ്റ് ഏതാണ്ട് എടുക്കും ഒരു വിശ്വാസപ്രമാണം ശ്രീകമ്മയുടെ വിശ്വാസപ്രമാണം ചെല്ലാനായിട്ട്. അവർ 33 പ്രാവശ്യം ഒരു അരമണിക്കൂർ ചെല്ലുകയാണ്. തുടർച്ചയായിട്ടങ്ങൾ ചെല്ലുമ്പോൾ അതുകൊണ്ട് തന്നെ തിന്മ ശക്തി ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് തന്നെ ശുശ്രൂഷയില് ചെറിയ ശുശ്രൂഷകളൊക്കെ അത് ഉണ്ട്, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. അപ്പൊ ആ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പം ഈ ലൂസിഫർ എന്ന് പറഞ്ഞ അരൂപി ഇങ്ങനെ ബഹളം വെച്ച് നിൽക്കുമ്പോൾ നിർത്ത് പറയാ ഞങ്ങളോട്, നിർത്ത്. ഞങ്ങൾ നിർത്താതെ വിശ്വാസപ്പാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരേ മനസ്സോടെ ഇങ്ങനെ ഒരു ഉറക്കം ചെല്ലുക. ഈ അരുവി കിടന്ന് സഹി കേട്ടിട്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്തെ അതിങ്ങനെ ഇട്ട് പൊളയ്ക്കുകയാണ്. ശരീരത്തിൽ ഇങ്ങനെ മുഴച്ച് കഴുത്തേ കൂടെയൊക്കെ കയറി വരുമ്പോൾ കുരിശ് വരയ്ക്കുമ്പോൾ ആ മുഴ അവിടുന്ന് മാറും. അതുപോലെ പോലും നമുക്ക് കാണാൻ സാധിക്കും തിന്മയുടെ അരൂപി ഈ ശരീരത്തിൽ കൂടെ ഇങ്ങനെ നീങ്ങുമ്പോൾ ചില അടയാളങ്ങൾ പോലും മുഴ ആയിട്ട് പോലും ഇങ്ങനെ നീങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുരിശ് വരയ്ക്കുമ്പോൾ അത് മാറുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ശരീരത്തെ ഇട്ടതുപോലെ ഇട്ട് പീഡിപ്പിക്കുന്ന ആ അവസ്ഥ വന്നപ്പം ഞാൻ അന്ന് എന്താ കാണിക്കേണ്ട നിരത്തില്ല. ഇതിനോട് മല്ല് പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ മല്ല് പിടിക്കുമ്പോൾ ഈ ശരീരത്തിലാണ് ഇത് ഇരിക്കുന്നത്. ഈ ശരീരത്തെ എടുത്ത് വല്ലാണ്ടാക്കി കളയുകയാണ്. അപ്പം എന്റെ മനസ്സിലോട്ട് ഈ ഒരു ചിന്ത കയറി വന്നു. ഞാൻ പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ നിന്റെ ശക്തി ഞാൻ ബന്ധിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷത്തില് ഈ കുട്ടിയുടെ ശരീരത്തെ ഇട്ട് ഇങ്ങനെ വല്ലാണ്ടാക്കുന്ന ഒരവസ്ഥ പെട്ടെന്ന് ശമിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബന്ധിക്കുക എന്നുള്ള വാക്കിന്റെ ആഴം ശകലം ഒന്ന് മനസ്സിലാക്കിയത്. ഇവിടെ ഈശോ പറയാ, ബന്ധിച്ചാൽ ബന്ധിക്കണം. ശക്തിയെ നശിപ്പിക്കാൻ പറ്റത്തില്ല, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാം. പിശാചിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവം കൊടുത്ത അസ്തിത്വമാണ്. ആ ദൈവം ഒരിക്കലും അങ്ങനെ നീതി ഇല്ലാതെ തിരിച്ചെടുക്കുകയാണ്.